ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 43 തൃണാവർത്തവദം. ശ്ലോകം 6. രോധാകുലസ്തനു ഗോപഗണാഭിഷ്ടപാഷാണഭൃഷ്ടഭുവിദേഹമതിസ്ത്വവിഷ്ടം പ്രൈച്ഛന്തഹന്ത നിപതന്തമമുഷ്യവക്ഷസ് അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. പദം രോധ ആകുല തദനു ഗോപഗണ ബഹിഷ്ട പാഷാണ പൃഷ്ട ഭുവി ദേഹം അധിസ്ഥ വിഷ്ടം പ്രൈച്ഛന്ത ഹന്ത നിപതന്തം അമുഷ്യ വക്ഷസി അക്ഷീണം ഏവ ച ഭവന്തം അലം ഹസന്തം. അർത്ഥം: കരഞ്ഞു കരഞ്ഞ് തളർന്ന ഗോപന്മാർ ഗോകുലത്തിനരികെയുള്ള ഒരു പാറപ്പുറത്ത് വീണ് കിടക്കുന്ന സ്ഥൂലിച്ച ശരീരത്തിൻ്റെ മുകളിൽ ഒട്ടും ഹാനി തട്ടാതെ മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ട് ആശ്ചര്യപരതന്ത്രരായി. ശ്ലോകം 7. ഗ്രാവപ്രഭാത പരിപിഷ്ടഗരിഷ്ടദേഹപ്രഷ്ടാസുദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദുർഗിരിവരാദിവ നീലരത്നം. പദം ഗ്രാവ പ്രഭാത പരിപിഷ്ട ഗരിഷ്ട ദേഹ പൃഷ്ട അസു ദുഷ്ട ധനുജ ഉപരി തൃഷ്ടഹാസം ആഖ്യാനം അംബുജകരേണ ഭവന്തം ഏത്യ ഗോപ ദദുഹു ഗിരിവരാത് ഇവ നീലരത്നം. അർത്ഥം: പാറപ്പുറത്ത് വീഴുകയാൽ തകർന്നു പൊടിഞ്ഞതും പ്രാണനില്ലാത്തതുമായ ആ ദുഷ്ടാസുരൻ്റെ സ്ഥൂല ശരീരത്തിന് മുകളിൽ താമര കൈകളാൽ പ്രഹരിച്ച് വിഹരിക്കുന്നവനും പുഞ്ചിരി ചെയ്യുന്നവനുമായ അങ്ങയെ മാമലയിൽ നിന്നും ഇന്ദ്രനീലമണി എന്ന പോലെ ഗോപാലകന്മാർ വാരിയെടുത്തു. ശ്ലോകം 8. ഏകൈകമാശു പരിഗൃഹ്യ നിഹാമനന്ദൻ നന്ദാദി ഗോപരിരബ്ധ വിജുംഭിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരി ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. പദം ഏകം ആശു പരിഗൃഹ്യ നിഗാമ നന്ദൻ നന്ദ ആദി ഗോപ പരിരബ്ധ വിജുംഭിത അംഗം ആദാതു കാമ പരിശങ്കിത ഗോപ നാരീ ഹസ്ത അംബുജ പ്രപതിതം പ്രണുമ ഭവന്തം. അർത്ഥം: അങ്ങയെ അംഗപ്രത്യംഗം പരിശോധിച്ച് ആനന്ദലബ്ധി മൂലം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്ന നന്ദൻ തുടങ്ങിയവരുടെ കയ്യിൽ നിന്നും എടുക്കാൻ ആശിച്ച് തെല്ലകലത്ത് മാറി നിന്നും നോക്കുന്ന ഗോപസ്ത്രീകളുടെ പാണിപത്മങ്ങളിലേക്ക് അങ്ങ് കുതിച്ച് ചാടി ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രണമിക്കുന്നു. ശ്ലോകം 9. ഭൂയോ വികിംനു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാത് സുതന്യ ഇത്യാദി മാതരപിതർപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വതവനായ വിഭോത്വമേവ. പദം ഭൂയഃ അപി കിം നു കൃണുമ പ്രണത ആർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാത് സുതം ന്യഃ ഇത്യാദി മാതര പിതർ പ്രമുഖൈ തദാനീം സംപ്രാർത്ഥിത ത്വതവനായ വിഭോ ത്വം ഏവ. അർത്ഥം: ഞങ്ങൾ നിസ്സഹായരാണ്. വന്ദിക്കുന്നവരുടെ ആർത്തികളകറ്റുന്ന ഗോവിന്ദൻ നമ്മുടെ മകനെ രക്ഷിക്കുമാറാകണമേ എന്ന് പറഞ്ഞ് അങ്ങയുടെ മാതാപിതാക്കളും മറ്റു പലരും അങ്ങയുടെ സംരക്ഷണത്തിന് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. ശ്ലോകം 10. വാദാത്മകം ധനുജയേവ മയി പ്രഥൂന്വൻ വാദോദ്ഭവാൻ മമ ഗതാൻ കിമിനോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥേ ത്വാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം വാദ ആത്മകം ധനുജം ഏവം ഐ പ്രഥൂന്വൻ വാദ ഉദ്ഭവാൻ
മമ ഗതാൻ കിമു നോ ധുനോഷി കിം വാ കരോമി പുനഃ അഭി അനില ആലയ ഈശ നിശേഷ രോഗശമനം മുഹുഹു ആർത്തയേ ത്വ. അർത്ഥം: വാദത്തിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ നിഗ്രഹിച്ച അങ്ങയ്ക്ക് വാദത്തിൽ നിന്നുളവായ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കുക എന്നത് ക്ഷിപ്രസാധ്യമാണ്. എങ്കിലും അങ്ങ് അത് ചെയ്യുന്നില്ല. ഹേ ഗുരുവായൂരപ്പ, എൻ്റെ നിശേഷമായ രോഗശമനത്തിന് അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.